കർണാടകയിലെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകേണ്ട യൂറിയ കേരളത്തിലേക്ക് മറിച്ചുവിൽക്കുന്ന സംഘാംഗം അറസ്റ്റിൽ. ഇയാളുടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ലോറിയും 624 ചാക്ക് യൂറിയയും ബിട്ല പോലീസ് പിടിച്ചെടുത്തു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. ബൺവാൾ കോൾനാട് സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് എന്ന 40-കാരനെയാണ് വിട്ടൽ പോലീസ് ഇൻസ്പെക്ടർ പ്രകാശ് ദേവാടികയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ഒരു ലോറിയും 624 ചാക്ക് യൂറിയയും പിടികൂടി. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി പ്രകാരം 50 കിലോയുടെ ചാക്കൊന്നിന് 266.50 രൂപ നിരക്കിൽ കർഷകർ വിതരണം ചെയ്യേണ്ട വളമാണ് വ്യാജരേഖകളുണ്ടാക്കി തട്ടിയെടുത്ത് ഇയാൾ ഉൾപ്പെടുന്ന സംഘം കേരളത്തിലെ പ്ലൈവുഡ് ഫാക്ടറികൾക്ക് മറിച്ചു വിൽക്കുന്നത്. കാർഷിക സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യേണ്ടുന്ന യൂറിയ ബിനാമി കർഷകരുടെ പേരുകൾ ഉപയോഗിച്ചും ഡിപ്പോ ജീവനക്കാരെ സ്വാധീനിച്ചുമാണ് ഇവർ തട്ടിയെടുത്തിരുന്നത്. മഞ്ഞച്ചാക്കുകളിലാക്കിയാണ് സബ്സിഡി നിരക്കിലുള്ള യൂറിയയുടെ വിതരണം. ഇത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് വെള്ളച്ചാക്കുകളിലേക്ക് മാറ്റിയായിരുന്നു അമിതവില ഈടാക്കിയുള്ള ഇവരുടെ മറിച്ചു വിൽപ്പന. അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ തട്ടിപ്പുമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.